വെൽക്കം ടു മൈ ചാനൽ എഗെയിൻ. എൻ്റെ ചൈന വിസിറ്റിൻ്റെ അടുത്ത വീഡിയോ ചൈനക്കാരുടെ ഭക്ഷണ രീതിയെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ചൈന വിസിറ്റ് ചെയ്യുമ്പോൾ വെജിറ്റേറിയൻ ആണെങ്കിൽ തിങ്ക് ട്വൈസ്. കാരണം അവിടെ വായ്ക്ക് രുചിയായിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ഭക്ഷണം വലിയ പാടാണ്. പിന്നെ വെജിറ്റേറിയൻ ഇല്ലേ എന്ന് ചോദിച്ചാലുണ്ട്. നമ്മുടെ പ്ലേറ്റിൽ കുറേ വെജിറ്റേറിയൻ സാധനങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ഒന്നും തന്നെ നമുക്ക് ഒരു രുചിയായിട്ട് കഴിക്കത്തക്ക സാധനങ്ങളല്ല. ഈവൻ നൂഡിൽസിൽ പോലും വിശ്വസിക്കാൻ ഒക്കില്ല, അതിനകത്ത് എന്തെങ്കിലും ഒരു അഡിഷൻ കാണും. മുട്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നോൺ വെജിറ്റേറിയൻ കാണും. പിന്നെ ഈ പറഞ്ഞ മാതിരി ഈ ചീരവർഗത്തിൽ പെട്ട ഈ സ്പിനാച്ച്, ബീൻസ്, പിന്നെ ഈ ബ്രക്കോളി എന്ന് പറയുന്ന സാധനം. പക്ഷേ നോൺ വെജിറ്റേറിയൻ കൃത്യമായിട്ടുണ്ട്. 2-3 നോൺ വെജിറ്റേറിയൻ ഐറ്റം എന്തായാലും ഉണ്ടാവും. അതിൽ നമ്മുടെ ഇവിടെ ചിക്കൻ പോലെ, ചിക്കൻ അവിടെ ഇല്ലെന്നല്ല, പക്ഷേ ഡക്ക്, താറാവാണ് കൂടുതൽ പ്രാമുഖ്യം. അത് വളരെ രുചിയുള്ളതാണ്. കാരണം അതിൻ്റെ തൊലിയൊക്കെ നല്ല മുരിഞ്ഞ് രീതിയിലാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ തൊലിക്കടിയിലുള്ള ഫാറ്റ് റിറ്റെയിൻ ചെയ്യും. അപ്പോൾ ഈ ഫാറ്റ് ഉണ്ടെങ്കിൽ നല്ല രുചിയായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഡക്ക് വളരെ നല്ല രുചിയാണ്. നമ്മുടെ നാട്ടിൽ അത് ഉണ്ടാവില്ലെന്ന് ചോദിച്ചാൽ ഉണ്ടാവും. നമ്മൾ എന്തുകൊണ്ട് ഉണ്ടാവില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ചിക്കൻ വാങ്ങിക്കുമ്പോൾ തൊലിയും അതിൻ്റെ താഴെയുള്ള ഫാറ്റും ഒക്കെ നീക്കിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അതുകൊണ്ടാണ് ആ രുചി വരാത്തത്. ഉപ്പ് രസം വളരെ കൂടുതലാണ്. അത് നമ്മുടെ നാട്ടിലും അങ്ങനെയാണല്ലോ. ഹോട്ടലിൽ ഏത് ഭക്ഷണവും ഉപ്പ് രസം കൂടുതലാണ്. അപ്പോൾ നാച്ചുറലി ചൈനയിലും അങ്ങനെ തന്നെ. കാരണം ഉപ്പ് രസം കൂടുമ്പോഴാണ് രുചി കൂടുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സെർവ് ചെയ്യുന്നത് ഇൻഡിവിജ്വലായിട്ടല്ല. അപ്പോൾ ഒരു ടേബിളിൽ 10 പേര് അല്ലെങ്കിൽ 12 പേരാണ് ഇരിക്കുന്നതെങ്കിൽ അവർക്ക് കോമൺ ആയിട്ട് മിഡിൽ ഭാഗത്ത് ഭക്ഷണങ്ങൾ വലിയ പ്ലേറ്റിൽ വെക്കും. അതിൽ നിന്ന് നമ്മൾ എടുക്കണം. അതൊരു നമ്മുടെ ഗൈഡ് അങ്ങനെ കുറേ ഉടായ്പൊക്കെ പറഞ്ഞു തരും. അതായത് ഇത് ഒരുമിപ്പിൻ്റെ അടയാളമാണ്, ഒന്നുമല്ല. ശരിക്കും ഈ ചൈനയിൽ മാവോയുടെ കാലത്ത് ഈ കമ്മ്യൂൺ സിസ്റ്റം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ പറഞ്ഞ മാതിരി നമ്മുടെ ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ് എല്ലാത്തിനെയും പറഞ്ഞ് ഇൻഡസ്ട്രിയിലും അഗ്രികൾച്ചറിലും ഒക്കെ വിട്ട് എല്ലാത്തിനെയും ഒരു ഡോർമെറ്ററി പോലുള്ള സ്ഥലത്താണല്ലോ താമസിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ താമസിപ്പിച്ചിരിക്കുമ്പോൾ കിച്ചൺ സിംഗിളാണ്. അപ്പോൾ ആ കിച്ചണിൽ ചെന്നിരിക്കുമ്പോൾ ഇങ്ങനെയാണ് സെർവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സംസ്കാരം, അതായത് മാവോയുടെ സംസ്കാരം താഴോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രാധാന്യം. അല്ലാതെ ഇത് ഈ പറഞ്ഞ മാതിരി ചൈനയുടെ ഏതെങ്കിലും പ്രത്യേക സംഭവം എന്നൊന്നും പറയാനില്ല. ഉദാഹരണമായിട്ട് ഈ വലിയൊരു ഫിഷ് കണ്ടില്ലേ, ഇത് ഒറ്റ ഫിഷ്, ഒരു ടേബിളിന് ഒരു ഫിഷേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറച്ച് എടുത്തോണം. അപ്പോൾ ഈ കാണുന്ന ചോപ്സ്റ്റിക്സ്, ഈ ചോപ്സ്റ്റിക്സിൻ്റെ ഉപയോഗം ഈ കോമൺ ബൗളിൽ നിന്ന് ഇങ്ങനെ ചകഞ്ഞ് വലിയ കഷ്ണം എടുക്കാനല്ല. ഈ മലയാളികളുടെ ഒരു ചീത്ത സ്വഭാവമാണ്. അത് ഗൈഡ് ആദ്യമേ പറഞ്ഞിരുന്നു അങ്ങനെയൊന്നും ചെയ്യരുതെന്ന്. അപ്പോൾ അതും എന്താ പറയുക, ചൈനക്കാരുടെ ഷെയറിങ് മെൻറ്റാലിറ്റി ആണെന്നൊക്കെ ഗൈഡ് പറഞ്ഞു തരും. ഒന്നും വിശ്വസിക്കണ്ട. ഇതിൽ ശരിക്കും നമ്മുടെ ആ ബൗളിൽ മുകളിൽ കിടക്കുന്ന പീസ് ഏതാ അതെടുക്കുക, അല്ലാതെ ചകഞ്ഞ് അടിയിൽ നിന്നൊരു വലിയ പീസ് എടുക്കുന്ന പരിപാടി ചെയ്യരുത്. ഇത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മാവ് തന്നെ അടിച്ചൊതുക്കി കൊടുത്ത ഒരു അച്ചടക്കമാണ്. അതായത് ഈ ജോലിയൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ വരുമ്പോൾ, അതായത് അന്ന് ചൈനയിൽ ഈ കമ്മ്യൂൺ സിസ്റ്റമൊക്കെ നടപ്പാക്കിയപ്പോൾ ഒരു വലിയ ഫാമിൻ വന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് മരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജോലി കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് ഒരു ആക്രാന്തമാണല്ലോ കഴിക്കാൻ. അപ്പോൾ അവിടെ ഒരു അടിപിടി ഉണ്ടാവാതിരിക്കാൻ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു അച്ചടക്ക നയം അത് പെർക്കലേറ്റ് ചെയ്ത് ഇപ്പോഴും പോരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു സത്യം. പിന്നെ ഈ ചേര തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുകഷ്ണം തിന്നണമെന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചോപ്സ്റ്റിക്സ് ബേസിക്കലി തിന്നാൻ ഉപയോഗിക്കുന്ന ഒരു യന്ത്രമാണല്ലോ. അപ്പോൾ അത് വെച്ച് ഞാൻ ട്രൈ ചെയ്തു, പലതവണ ട്രൈ ചെയ്തു, പക്ഷേ ഒരിക്കൽ സക്സസ്ഫുള്ളായി, അറ്റ്ലീസ്റ്റ് വൺസ്. പിന്നെ ഈ കാണുന്നത് ഒരു സാധനവും വേസ്റ്റ് ചെയ്യരുത്, ഭക്ഷണ സാധനം. അത് ചൈനക്കാർക്ക് നിർബന്ധമാണ്. നമ്മൾ വേസ്റ്റ് ചെയ്താൽ നമ്മളെ വഴക്ക് പറയുമെന്ന് നമ്മുടെ ഗൈഡ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വേസ്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിച്ചു. അതും ഈ പറഞ്ഞ മാതിരി ചൈനയുടെ ഏതാണ്ട് സംസ്കാരത്തിൻ്റെ അപാരതയൊന്നും അല്ല. ബേസിക്കലി ഞാൻ പറഞ്ഞില്ലേ, ഈ ഫാമിനൊക്കെ വന്നപ്പോൾ വേസ്റ്റിങ് നമ്മുടെ മാവോജി അനുവദിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും വേസ്റ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ. എടുത്തു കഴിഞ്ഞാൽ അത് തീർക്കുകയും വേണം. അതാണ് അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ അവിടെ. പിന്നെ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാടൊന്നും എടുക്കാൻ പറ്റില്ല. അത് ആ കപ്പിൻ്റെ അടിയിലിരിക്കുന്ന ആ പ്ലേറ്റ് ഇല്ലേ, കുഞ്ഞു പ്ലേറ്റ്, അതാണ് മെയിൻ പ്ലേറ്റ്. അതിനകത്ത് നൂഡിൽസ് ആയാലും റൈസ് ആയാലും എത്ര എടുക്കാൻ പറ്റും നമുക്ക്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാടെടുത്ത് വേസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല എന്നുള്ളത് വേറൊരു കാര്യം.
അപ്പോൾ ഇങ്ങനെ വേസ്റ്റ് ചെയ്യാതിരിക്കുന്നത് ചൈനയുടെ ഒരു ഭക്ഷണ സംസ്കാരമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് ഈ പറഞ്ഞ മാതിരി മാവോയുടെ കാലഘട്ടത്തിന് ശേഷം വന്ന ഒരു സംസ്കാരമാണ്. അതായത് ഗ്രേറ്റ് ഫാമിൻ വന്നതിന് ശേഷം വന്ന ഒരു സംസ്കാരമാണ്. പിന്നെ ആ കാണുന്ന റൈസ്, ചോറ്, അതൊരുമാതിരി കണ്ടില്ലേ, അതൊരുമാതിരി ഒട്ടിയിരിക്കുന്ന ചോറാണ്, നമ്മുടെ ചോറ് പോലെയല്ല. പക്ഷേ ഇങ്ങനത്തെ ചോറ് ഈ ചോപ്സ്റ്റിക്സ് വെച്ച് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് അവിടെ ഈ ഒട്ടുന്ന ചോറ്. പിന്നെ നൂഡിൽസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആണ് അതിൻ്റെ കൂടെ ഈ സോയ സോസ് വെച്ചിട്ടുണ്ട്. പക്ഷേ ആ സോയ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ട്രംപിൻ്റെ എന്താ പറയുക താരിഫാണ്. അപ്പോൾ അത് നമ്മുടെ ഗൈഡ് പറഞ്ഞത് വളരെ സത്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് വലിയ താരിഫൊക്കെ ഉണ്ടാക്കി ബീഫ് നമുക്ക് അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യാൻ പറ്റാതായി ചൈനയ്ക്ക്. അപ്പോൾ ചൈന ബ്രസീലിൽ നിന്ന് ബീഫ് ഇറക്കുമതി ചെയ്തു. ഇപ്പോൾ റൈറ്റ് നൗ അവിടെ ബീഫ് ഈസ് മച്ച് ചീപ്പർ എന്നാണ് പറഞ്ഞത്. അതായത് ബ്രസീലിൽ നിന്ന് ഇറക്കുമതി ചെയ്തപ്പോൾ അമേരിക്കയിൽ നിന്ന് വന്നതിനേക്കാളും വളരെ വളരെ ചീപ്പർ. അതുകൊണ്ട് ജനങ്ങൾ വളരെ സന്തുഷ്ടരാണ്. അപ്പോൾ ഗൈഡ് പറയുന്നത് ഞങ്ങളുടെ ഗവൺമെൻറ്റിന് പ്ലാൻ എയും പ്ലാൻ ബിയും പ്ലാൻ സിയും ഒക്കെ ഉണ്ട്. ട്രംപ് അങ്ങനെ ചാടിയിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ അതാണല്ലോ ഇപ്പോൾ സോയ, നമ്മുടെ ചൈന സോയ വാങ്ങിച്ചില്ലെങ്കിൽ അമേരിക്കയിലെ കർഷകർ സോയ എവിടെ വിൽക്കും, എവിടെ വിൽക്കാൻ പറ്റും? അതിനാണല്ലോ ഇപ്പോൾ ട്രംപ് ഓടിച്ചെന്ന് ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ചൈന വളരെ എന്താ പറയുക, വളരെ സ്ട്രോങ് ആണ് അവരുടെ തീരുമാനങ്ങളിൽ. അപ്പോൾ അവിടെ ഈ ട്രംപിൻ്റെ വേലയൊന്നും നടക്കുമെന്ന് തോന്നണില്ല. പക്ഷേ അതിൽ എനിക്ക് ഏറ്റവും അഭിമാനം പോലെ തോന്നിയത് ചൈനക്കാർ ചൈനീസ് ഗവൺമെൻറ്റിനെ പുകഴ്ത്തുകയും അവർ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയാണെന്നുള്ളൊരു ബോധം ഉണ്ടായിരിക്കുകയും ചെയ്യുന്നതാണ്. അത് ചൈനക്കാരെ അടിച്ചേൽപ്പിച്ച ഒരു സംഭവം ആയിരിക്കാം. പക്ഷേ എങ്കിലും അത് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ സർക്കാരിനെതിരെ പറയാനാണ് ആൾക്കാർക്ക് 100 നാവ്. സർക്കാർ ചെയ്യുന്ന എത്രയോ നല്ല കാര്യമുണ്ട്, അതിനെപ്പറ്റി യാതൊന്നും മിണ്ടില്ല. പക്ഷെ ചൈനയിൽ ഇറ്റ് ഈസ് ജസ്റ്റ് ദി ഓപ്പോസിറ്റ്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചൈനയിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. ചൈനയിൽ നമ്മുടെ ഗൈഡൊക്കെ ശരിക്കും ടൂറിസം ഗൈഡിന് വേണ്ടിയിട്ടുള്ള ഏതാണ്ടൊരു കുഞ്ഞു കോഴ്സ് പാസ്സായ പാർട്ടിയാണ്. പക്ഷെ അവന് എന്തുമാത്രം കോമൺ സെൻസ് ഉണ്ടെന്ന് നോക്കൂ. നമ്മുടെ നാട്ടിൽ എത്രയോ ബിരുദധാരികളുണ്ട്, ഒന്നിനും ഒരു കോമൺ സെൻസും ഇല്ല. ഈ ബിരുദവും വെച്ച് നടക്കുന്ന മണ്ടന്മാരെക്കാളും നല്ലത് വലിയ ബിരുദമൊന്നും ഇല്ലാതെ കോമൺ സെൻസ് ഉള്ള കുറേ മനുഷ്യരാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ എല്ലാ ടേബിളിലും ഒരു കുപ്പി ബിയർ ഫ്രീ ആണ്, അതവിടെ ഉണ്ടാവും. കൂടുതൽ വേണമെങ്കിൽ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കേണ്ടി വരും. പിന്നെ ഈ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഈ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രതിമയാണ് കേട്ടോ. നമ്മുടെ ടേബിളിലൊന്നും ഇത്രയും സമൃദ്ധമായ സംഗതികളൊന്നും ഇല്ല. നമ്മൾ വെളിയിറങ്ങി ഈ കാണുന്ന സാധനം, നമ്മൾ ഹോട്ടലിൽ നിന്ന് വെളിയിറങ്ങി കാണുന്ന ഈ സാധനം ഹോട്ടലിൻ്റെ കുറച്ച് അകലെയാണ്. ഈ നമ്മുടെ കപ്പലണ്ടി മുട്ടായില്ലേ, അതേമാതിരി എന്തോ ഒരു സാധനം ഇങ്ങനെ അടിച്ചുണ്ടാക്കുന്ന സാധനം. ഈ ഫ്രൂട്ട്സൊക്കെ നല്ല നിറം, നമ്മുടെ എന്താ പറയുക, പെയിൻ്റ് അടിച്ച പോലെ അത്രയ്ക്കും വർണ്ണഭംഗിയുള്ള ഫ്രൂട്ട്സാണ്. പിന്നെ ഞാനിങ്ങനെ തിരക്കി, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പാമ്പ് പട്ടിയൊക്കെ തിന്നുന്ന പാർട്ടികളാണ് ചൈനക്കാർ, അതൊക്കെ ഉണ്ടാവുമോ? അപ്പോൾ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, നമ്മൾ ഈ ജീവനുള്ള ജീവികളെ പിടിച്ച് വിറ്റ് കറി വയ്ക്കുന്ന ഒരു പരിപാടി, അത് ഈ കോവിഡ് വന്നതിന് ശേഷം ഇപ്പോൾ അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ജീവനുള്ള പട്ടിയൊന്നും പിടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. അതൊരു കാര്യം. 2, ഈ പാമ്പ് അല്ലെങ്കിൽ പട്ടി എന്നൊക്കെ പറയുന്ന അത് ഈ സ്റ്റാൻഡേർഡ് ഹോട്ടലിലല്ല കിട്ടുന്നത്. അത് കിട്ടുന്ന സ്ഥലങ്ങൾ വേറെയുണ്ട്, അത് കണ്ടെത്തി പോവേണ്ടി വരും. പിന്നെ അത് വലിയ പുച്ഛമൊന്നും പറയേണ്ടതില്ലെന്നാണ് നമ്മുടെ ഗൈഡ് തന്നെ നമ്മളോട് പറഞ്ഞത്. നിങ്ങൾ ഇന്ത്യക്കാരും നോർത്ത് ഈസ്റ്റിലെല്ലാം ഇതെല്ലാം തിന്നുന്നുണ്ട്. അവർക്ക് നല്ല ഈ പറഞ്ഞ മാതിരി അവർക്ക് നല്ല വിവരമാണ് കേട്ടോ. ഈ ഗൈഡൊക്കെ ഈ പറഞ്ഞ മാതിരി അവരുടെ ആ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഇതെല്ലാം പഠിപ്പിക്കുമായിരിക്കും. പിന്നെ നമ്മൾ വെളിയിലിറങ്ങുമ്പോൾ കാണുന്ന ഈ അപ്പൂപ്പൻ താടി പോലെ ഇങ്ങനെ ഈ പറന്ന് നടക്കുന്ന കുഞ്ഞ് സാധനമാണ്. അത് ശരിക്കും ഇവിടെ ഈ മണൽക്കാറ്റ് തടയാൻ വേണ്ടി ഒരു ചെടി കൊണ്ട്, ചെടിയല്ല മരം കൊണ്ട് നട്ടത്, അതിൻ്റെ ഇന്ന് വരുന്നതാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ആദ്യം വിചാരിച്ചത് അലർജി ഉണ്ടാക്കും, മാസ്കൊക്കെ വെച്ച് നടന്നു. പിന്നെ ചൈനക്കാരും മാസ്ക് വയ്ക്കുന്നില്ല, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ മാസ്ക് മതിയാക്കി, അലർജിയൊന്നും വന്നുമില്ല. ഈ കാണുന്ന റോഡ് സൈഡിൽ ഒരു സ്പേസിൽ ആളുകൾ ഈ ചൈനക്കാരുടെ എന്തോ ഒരു സാധനം ചെയ്യുന്നു, നമ്മുടെ യോഗ പോലൊരു സാധനം. നമ്മുടെ നാട്ടിൽ യോഗ എന്ന് പറഞ്ഞാൽ പുച്ഛമാണ്, അത് വെളിയിൽ പറയാൻ പാടില്ല. അതേസമയം സായിപ്പിൻ്റെ ഏതെങ്കിലും വല്ല സുംബ എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ കാശ് കൊടുത്ത് പോയി ചെന്ന് ചെയ്യും. ഇതങ്ങനെയല്ല, ഇത് അവരുടേതായ സംഭവം അവർ കൃത്യമായിട്ട് ചെയ്യുന്നു. അവർക്കതിൽ യാതൊരു നാണക്കേടുമില്ല. അങ്ങനെ നാണക്കേട് വരുന്ന കാര്യം എന്താണ്? നമ്മുടെ നാട്ടിലെ കാര്യമല്ലേ. നമ്മളും ഇത് കണ്ട് പഠിക്കണം. അതായത് രാജ്യത്തോടുള്ള ഒരു മമത, അത് നമ്മൾ ചൈനയിൽ നിന്ന് കണ്ട് പഠിച്ചേ പറ്റൂ. പിന്നെ ഈ കെട്ടിടങ്ങളും എല്ലാം എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പിക്ചർ ഉൾപ്പെടെ എല്ലാം ചൈനയിൽ കണ്ടില്ലേ, ആ ചൈനീസ് സ്റ്റൈലാണ് കെട്ടിടങ്ങൾക്ക്. എത്ര മോഡേൺ കെട്ടിടം ആയാലും അതിൻ്റെ മേലെ ഒരു ചൈനീസ് സ്റ്റൈൽ ഉണ്ടാവും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.